ആറാട്ടുകുളങ്ങര കിഴക്കൻകാവ് ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചില തിരക്കുകൾ കാരണം രണ്ടാം ദിവസം വൈകിട്ടാണ് അമ്പലത്തിലെത്താൻ സാധിച്ചത്. ബ്രദേഴ്സ് എന്ന നമ്മുടെ ചേട്ടന്മാരുടെ സംഘടനയാണ് കേട്ടോ മൂന്നാമത്തെ ദിവസത്തെ ഉത്സവം നടത്തുന്നത്. ബ്രദേഴ്സിലെ തന്നെ കുടുംബാംഗമായ സജീവൻ ചേട്ടൻ്റെ മകൾ സാന്ദ്രയുടെ പേരിലാണ് ഈ മൂന്നാമത്തെ ദിവസത്തെ അന്നദാന വഴിപാട് നടത്തുന്നത്. അതിൻ്റെ കലവറ വിശേഷങ്ങളാണ് കേട്ടോ. പാചകവും വാചകവും നർമ്മരസങ്ങളുമായി നല്ല ഉഷാറിലാണ് എല്ലാവരും. ഒരുപാട് അംഗങ്ങളുള്ള സംഘടനയാണെങ്കിലും കുറച്ച് പേരെ മാത്രമേ നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ. പുലർച്ചെ 2 മണിയായിട്ടും ഉറങ്ങാതെ ഒരാൾ പാചകത്തിരക്കിലാണ്. നമ്മുടെ വർക്കിച്ചൻ്റെ മോൻ ആള് പുലിയാണ് കേട്ടോ. ഞാൻ ആറ്റുവേല കാണാൻ പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. ഇവിടുത്തെ പരിപാടികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ പോയി വന്നിട്ട് ബാക്കി കാണാം. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ അല്പം താമസിച്ചതിനാൽ പാതിവെപ്പും ദക്ഷിണ കൊടുക്കലും ഒക്കെ കഴിഞ്ഞാണ് ഞാൻ അവിടെ എത്തിയത്. വന്ന പാടെ ഏറ്റവും ഭാരിച്ച പണി തന്നെ ഞാൻ എടുത്തു, പപ്പടം കൊടുക്കൽ. ഞങ്ങൾ ഈ നാട്ടിൽ വന്ന അന്ന് മുതൽ എല്ലാ വർഷവും മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്നേ ദിവസം ഈ തിരുമുറ്റത്ത് എത്തിയിരിക്കും. ഇന്നലെ രാത്രി നമ്മൾ കണ്ട കൂട്ടായ്മയുടെ ഫലമാണ് എല്ലാവരുടെയും മുഖത്ത് കാണുന്ന ഈ സന്തോഷം. 1500 പേരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാകും കേട്ടോ ഈ അന്നദാന വഴിപാടിൽ. പായസത്തിന് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് പപ്പടം വിളമ്പുന്നതിന് ഇടയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് പായസം എടുത്ത് കുടിച്ചു കേട്ടോ. സദ്യ വിളമ്പലിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് മായ ചേച്ചി പറയുന്നത്, നമുക്ക് താലപ്പൊലി എടുത്താലോ മഞ്ജു. താലപ്പൊലിക്കുള്ള തട്ടവും മുല്ലപ്പൂവും എല്ലാം മായ ചേച്ചി ഏറ്റതുകൊണ്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് വിട്ടു. വെണ്ടിശ്ശേരിൽ ഘണ്ഠാകർണ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് കേട്ടോ താലം പുറപ്പെടുന്നത്. ഞാൻ എത്തുമ്പോഴേക്കും ഞങ്ങൾ 2 പേരുടെയും താലം മായ ചേച്ചി നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരുടെ എല്ലാം നിറച്ച താലങ്ങളുമായിട്ട് താലപ്പൊലി പുറപ്പെടുകയാണ്. ഘണ്ഠാകർണ ക്ഷേത്രത്തിന് വലത്തും വെച്ച് ദേവീക്ഷേത്രത്തിലേക്ക് താലപ്പൊലി പുറപ്പെട്ടു കേട്ടോ. ആക്സിഡൻറ്റ് പറ്റി വലത് കാലിന് പരിക്ക് പറ്റിയതിന് ശേഷം ആദ്യമായിട്ടാട്ടോ താലപ്പൊലി എടുക്കുന്നത്. അത്രയും ദൂരം നടക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമായിരുന്നു. Gracias.